ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി പള്ളുരുത്തി തങ്ങൾ നഗർ മുഹമ്മദ് പള്ളി മഹലിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സംഘടിപ്പിച്ചു. 31 വിദ്യാർത്ഥികളെയാണ് അവാർഡുകൾ നൽകി ആദരിച്ചത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സീനിയർ സ്പെഷ്യൽ കൗൺസിൽ TPM ഇബ്രാഹിം ഖാൻ വിദ്യാഭ്യാസ അവാർഡ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളുരുത്തി തങ്ങൾ നഗർ മുഹമ്മദ് പള്ളി മഹലിന്റെ നേതൃത്വത്തിൽ മഹൽ അതിർത്തിയിലെ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായാണ് വിദ്യാഭ്യാസ അവാർഡ് 2025 സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സീനിയർ സ്പെഷ്യൽ കൗൺസിലും അൽ അമീൻ എഡ്യൂക്കേഷണൽ ചെയർമാനുമായ TPM ഇബ്രാഹിം ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നൽകിയിട്ടുള്ള മാർഗരേഖ ജീവിതത്തിൽ പകർത്താൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ഇന്ത്യക്ക് 46 വർഷം മുമ്പ് ആദ്യമായി എറണാകുളത്ത് അൽ അമീൻ പബ്ലിക് സ്കൂൾ സ്ഥാപിച്ചപ്പോൾ CBSE സിലബസിനോട് അനുബന്ധിച്ച് മതം പഠിപ്പിക്കുന്ന ഒരു 6 ക്ലാസ് വെച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഈ ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതോടൊപ്പം തന്നെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ദീനീയായ വിജ്ഞാനം കരസ്ഥമാക്കേണ്ടത് അടിസ്ഥാനപരമായ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം പൂർത്തിയാവുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസവും കൈവരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മഹല്ല് നിവാസികളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 22 SSLC വിദ്യാർത്ഥികളെയും 6 +2 വിദ്യാർത്ഥികളെയും 2 ഡിഗ്രി വിദ്യാർത്ഥികളെയും 1 MBBS ബിരുദധാരി എന്നിങ്ങനെ 31 വിദ്യാർത്ഥികളെയാണ് അവാർഡുകൾ നൽകി ആദരിച്ചത്. അബ്ദുൾ മുസവറിന്റെ പ്രാർത്ഥനയോടെ തുടങ്ങിയ യോഗത്തിൽ മഹല്ല് പ്രസിഡന്റ് VI മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും നാം വളരെ പിന്നിലാണ്. വിശുദ്ധ ഖുർആനിൽ ഈ ശാഖകളിലേക്കുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് വേണ്ട വിധം ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടും പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. മാത്രമല്ല മറ്റു യൂറോപ്യന്മാർ അത് മുസ്ലിം സഹോദരത്തിൽ നിന്ന് തന്ത്രപൂർവ്വം തട്ടിയെടുക്കുകയും ചെയ്യുന്നു. മഹല്ല് ഖത്തീബ് അൻസാർ മന്നാനി, പള്ളൂരുത്തി കസ്ബ SI അജ്മൽ ഹുസൈൻ, സുബൈർ PA, അബ്ദുൽ ഖയ്യൂം, സഹീർ യൂസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അവന്റെ വിജയത്തിന്റെ അല്ലെങ്കിൽ നേട്ടത്തിന്റെ 99% ത്യാഗവും പരിശ്രമവുമാണ്. വെറും 1% മാത്രമാണ് അദ്ദേഹത്തെ ഭാഗ്യം പിടികൂടുന്നത്. എന്നുവെച്ചാല് ത്യാഗത്തിന്റെയും പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് ഓരോരുത്തർക്കും ഉന്നതമായ നേട്ടങ്ങളുടെ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരുപാട് മുഖങ്ങളും വളരെ പ്രശോഭനമായ അന്തരീക്ഷത്തിൽ അതിന്റെ എല്ലാ പ്രതിധ്വനികളും അന്തരീക്ഷത്തിൽ മുഴക്കിക്കൊണ്ട് അല്ല ഉയർത്തിക്കൊണ്ട് വിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ആ വിരിഞ്ഞ പൂവുകളെ അടുത്ത ഒരു ടേണിലേക്ക്, അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ട പ്രോത്സാഹനം നൽകുക എന്ന മഹത്തായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഈ സദസ്സിൽ തീർന്നിരിക്കുന്നത്. ആ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 പോകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. +1 +2 പോയിട്ട് +2 ഡോക്ടറിനെ പഠിക്കാൻ വേണ്ടി നീറ്റ് എൻട്രൻസ് എഴുതും. ആദ്യത്തെ നമ്മൾ എഴുതിയപ്പോൾ ചിലപ്പോൾ മാർക്ക് ഇത്തിരി വ്യത്യാസം വരും. അപ്പോൾ വീട്ടുകാർ പഠിക്കാം. ഇടത്തരക്കാരൊരു കാര്യം പറയാം. രണ്ടാമത് പഠിക്കുമ്പോൾ എൻട്രൻസ് കിട്ടും. MBBS കിട്ടുന്ന താഴെയുള്ള BDS കിട്ടണം. BDS പഠിച്ച് 5 വർഷം പഠിച്ച് അത് കഴിയുമ്പോ എന്ത് ചെയ്യും? ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.